ഏറ്റവും പുതിയ വാർത്തയിലേക്ക് കടക്കുന്നു. ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം. ഒരു ദിവസം പരമാവധി 80,000 പേർക്ക് ദർശന സൗകര്യമൊരുക്കും. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാൻ, ഓൺലൈൻ ബുക്കിംഗ് മാത്രമായിരിക്കും ഇത്തവണ ശബരിമലയിലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിന്റെ പുതിയ കാരണം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വാർത്തയുടെ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് ഈ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ മണ്ഡലകാലത്ത് ചില പ്രതിസന്ധികൾ, ഇതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന പേരിൽ. ആ പശ്ചാത്തലത്തിലാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ നടന്നത്. ആ യോഗത്തിലാണ് ശബരിമലയിൽ ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിച്ചാൽ മതി എന്നൊരു നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ദിവസം പരമാവധി 80,000 പേർക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുതൽ തന്നെ, അതായത് ഈ സൈറ്റ് ഓപ്പൺ ആകുന്ന മുറയ്ക്ക് ബുക്കിംഗ് നേരത്തെ മുതൽ തന്നെ ആരംഭിക്കേണ്ടത് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യമാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്രാ വഴി തെരഞ്ഞെടുക്കാനുള്ള അവസരവും ഒരുക്കുമെന്നും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ നിർണായകമായ ഒരു തീരുമാനം അവലോകന യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ഡാൻ, ഇവിടെ ഇത് ഭക്തരെ സംബന്ധിച്ച് എത്രമാത്രം സ്വാഗതാർഹമായിരിക്കും? കാരണം വെർച്വൽ ബുക്കിംഗ് മാത്രമെന്ന് പറയുന്നത് എത്രമാത്രം സ്വാഗതാർഹമാണ്? ഡാൻ, എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സ്വാഭാവികമായി ഈ മുന്നൊരുക്കങ്ങളിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് യാത്രാ വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കുന്നതിലൂടെ തീർത്ഥാടകർക്ക് തിരക്ക് കുറഞ്ഞ യാത്രാ വഴി തിരഞ്ഞെടുക്കാനും കാനനപാതയിൽ ഭക്തർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കാനും ഈ 18ാം പടി ചവിട്ടുന്നതിന് മുമ്പ് വലിയ മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കേണ്ട സാഹചര്യം നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. കന്നി അയ്യപ്പന്മാരടക്കം വലിയ തരത്തിൽ മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് അവശരാകുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ മണ്ഡലകാലത്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതെ സുഗമമായ ഒരു മണ്ഡലകാലം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായി ഭക്തർ ഏത് തരത്തിലായിരിക്കും അതിനെ നോക്കിക്കാണുക, മറ്റ് സംഘടനകൾ, ഹൈന്ദവ സംഘടനകളൊക്കെ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ തിരക്ക് നിയന്ത്രിക്കുക എന്നത് സർക്കാരിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ നിർണായകമായ ഒരു തീരുമാനം. ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിച്ചാൽ മതി എന്നൊരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് അവലോകന യോഗം എത്തിച്ചേർന്നിരിക്കുന്നത്. ഡാൻ, തീർച്ചയായും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇത്. ഏതു തരത്തിൽ ഭക്തർ സ്വീകരിക്കുമെന്നത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഹൈന്ദവ വിശ്വാസികൾ, ഹൈന്ദവ സംഘടനകൾ ഇത് ഏതു തരത്തിൽ എടുക്കുമെന്നതും അവരുടെ പ്രതികരണത്തിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഡാൻ, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഇത്തരത്തിലൊരു നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയത്. മറ്റെന്തെങ്കിലും തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഡാൻ? നിലയ്ക്കലിലും എരുമേലിയിലും പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ ശബരിമലയിലേക്കുള്ള റോഡുകളുടെയും പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെയും അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ ശബരിമല ഗസ്റ്റ് ഹൗസിന്റെ അറ്റകുറ്റപ്പണി ഈ മാസം 31-നകം പൂർത്തിയാക്കും. ഇതടക്കമുള്ള തീരുമാനങ്ങളും ഇന്നത്തെ അവലോകന യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം അറ്റകുറ്റപ്പണികളടക്കം പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡാൻ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ മണ്ഡലകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അടക്കം നിരവധി വിഷയങ്ങൾ ഈ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത് അടക്കമുള്ള അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് വിഷയങ്ങളിൽ കഴിഞ്ഞ തവണ വലിയ പാളിച്ചകൾ സംഭവിച്ചിരുന്നു. അത് വലിയ വാർത്തകൾക്ക് വഴിവെച്ചിരുന്നു, വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നതെന്ന് കരുതുന്നു. ഈ വെർച്വൽ ബുക്കിംഗ് മാത്രമാക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാൻ സാധിക്കുമെന്നാണോ സർക്കാരിന്റെ വിലയിരുത്തൽ? അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള തിരക്കാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് അനുഭവപ്പെട്ടത്. സമാനതകളില്ലാത്ത ഒരു തിരക്ക് അനുഭവപ്പെട്ട പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഭക്തർക്ക് കൃത്യമായി സുഗമമായി മല ചവിട്ടാനുള്ള സൗകര്യം ഒരുക്കുന്നതിൽ, തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ചില പാകപ്പിഴകൾ സംഭവിച്ചു. യഥാർത്ഥത്തിൽ അതാണ് വലിയ തിരക്ക് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. ആ വീഴ്ചകൾ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്തരം സാഹചര്യം ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു തീരുമാനം അത് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നേരത്തെ തന്നെ കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഒരു വഴിയിലൂടെ മാത്രം അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ടാണ്
വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ തിരക്ക് കുറഞ്ഞ വഴി തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇത്തവണ വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ആ പശ്ചാത്തലത്തിൽ ഈ വലിയ തരത്തിൽ ഭക്തർ നേരിട്ടിരുന്ന ബുദ്ധിമുട്ട്, മുമ്പ് മണ്ഡലകാലങ്ങളൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാകുമെന്നൊരു പ്രതീക്ഷ കൂടി ഈ അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥരടക്കം പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സുഗമമായ ഒരു മണ്ഡലകാലം ഈ തീരുമാനങ്ങളിലൂടെ കൈക്കൊള്ളാനാകും, അത് നടപ്പിലാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനെ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഏത് തരത്തിലായിരിക്കും ഹൈന്ദവ സംഘടനകളടക്കം നോക്കിക്കാണുന്നതെന്ന് വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ശരി, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം. ഒരു ദിവസം പരമാവധി 80,000 പേർക്ക് ദർശന സൗകര്യമൊരുക്കും. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ.